ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. വിശ്വാസത്തിൽ ഐക്യം അല്ലാഹ്, നേതൃത്വത്തിൽ ഐക്യം മുഹമ്മദുർ റസൂലുള്ളാഹ്, കേന്ദ്രത്തിൽ ഐക്യം കഅബ ശരീഫ്, ഭരണഘടനയിൽ ഐക്യം വിശുദ്ധ ഖുർആൻ. ഇനി ഈ ഐക്യത്തിലുള്ള മുസ്ലിമീങ്ങൾ ഭാഷ ഉപയോഗിച്ച് ആരാധന നിർവഹിക്കണോ? ഭാഷ ഐക്യം. ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആരാധന നിർവഹിക്കണോ? ഭാഷയിൽ ഐക്യമുണ്ട് മുസ്ലിമീങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ വാങ്ക്, ആ വാങ്ക് ഏത് ലോകത്ത് പോയാലും എങ്ങനെ വാങ്ക് വിളിക്കാം? എങ്ങനെ വാങ്ക് വിളിക്കാം? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അറബിയിലാ വാങ്ക് വിളിക്കാം, അല്ലേ? മുസ്ലിംകൾ നിസ്കരിക്കാണ്, എങ്ങനെ നിസ്കരിക്കാം? അറബിയിലാ നിസ്കരിക്കാം. അല്ലാഹു അക്ബർ അറബിയിലാ നിസ്കരിക്കാം. മുസ്ലിംകൾ ഖുത്ബ നിർവഹിക്കാൻ എങ്ങനെയാ ഖുത്ബ നിർവഹിക്കാം? അറബിയിലാ ഖുത്ബ നിർവഹിക്കാം. എന്തേ? മുസ്ലിംകൾക്ക് ഭാഷ ഉപയോഗിക്കുന്നുണ്ടോ? ഔദ്യോഗികമായ ആരാധനാ ഭാഷ അതേതാണ്? അത് അറബി ഭാഷയാണ്. അതുകൊണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അതല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അറബിയെ നിങ്ങൾ പ്രിയം വെക്കണം. ലിസലാത്ത്, 3 മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട്. എന്തേ? അന അറബിയുൻ, ലോകത്തിന് മുഴുവനും നേതാവായ ഞാൻ അറബിയാണ്. വൽ ഖുർആനു അറബിയുൻ, എല്ലാ ഭരണഘടനക്കും മുകളിൽ നിൽക്കുന്ന ഭരണഘടന വിശുദ്ധ ഖുർആൻ അറബിയാണ്. അറബിയും ഖുർആനും നബിയെയും അംഗീകരിച്ച ആളുകൾ അവര് മാത്രമേ സ്വർഗത്തിലുണ്ടാവുള്ളൂ, അവര് മാത്രമേ സ്വർഗത്തിലുണ്ടാവുള്ളൂ. വലിസാനു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, സ്വർഗാവകാശികളുടെ ഭാഷ ഏതാണ്? അറബിയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന സത്യവിശ്വാസി ഖബറിൽ മറവ് ചെയ്യുന്നതോട് കൂടെ അയാളെ നമ്മൾ വിളിക്കുന്നത് മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക വമാ ഖിബ്ലതുക എന്ന് പറഞ്ഞ അയാളുടെ അറബി പറയുന്നത് സ്വർഗത്തേക്ക് പോണ ആളായതുകൊണ്ടാണ്. നരകത്തേക്ക് പോണ ആളായതുകൊണ്ട് നമുക്ക് മലയാളം പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ തമിഴ് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കർണാടകയും അതുപോലെ തന്നെ കേരളം കൂടി ഒരുമിച്ച് കൂടുന്നിടത്താണ് വെച്ചാൽ സുആല് മുഴുവനും മലയാളത്തിനും ജവാബ് മുഴുവനും കർണാടകത്തിനും പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, അല്ലേ? കേരളം തമിഴ്നാടും കൂടി കൂടുന്ന സ്ഥലത്താണ് വെച്ചാൽ അങ്ങനെ 2 ഭാഷയിലും പറഞ്ഞു കൊടുക്കാം. അതൊന്നും പറ്റാതെ വന്നത് എന്തുകൊണ്ടാണ്? റൂഹിന്റെ ഭാഷയാണ് അറബി, റൂഹിന്റെ ഭാഷയാണ് അറബി. അതുകൊണ്ട് റൂഹിനെ അത് അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് പണ്ട് അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിന്റെ സാന്നിധ്യത്തിൽ എല്ലാവരെയും വിളിച്ചു ചേർത്തു. എല്ലാവരെയും വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ അല്ലാഹു തആല ചോദിച്ചു അലസ്തു ബി റബ്ബിക്കും. ഏത് ഭാഷയിലാ ചോദിച്ചത്? ഏത് ഭാഷയിലാ ചോദിച്ചത്? അലസ്തു ബി റബ്ബിക്കും. എന്താ ചോദ്യം? ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? എല്ലാ റൂഹുകളും മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? ആരൂബലാ, ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചു. അതേത് ഭാഷയിലാ? അറബി ഭാഷയിൽ. അത് റൂഹിന്റെ ഭാഷയാണ്. പക്ഷെ അത് അവിടെ നിന്ന് സംസാരിച്ചതാ. ആ റൂഹ് ഇവിടുന്നാണ് പിരിഞ്ഞ് മറ്റേടത്തേക്ക് പോയപ്പോൾ റൂഹിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ ഇവിടുന്ന് പോയ മയമാക്കാനോടല്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ കൊടുങ്ങല്ലൂരിലെ ഓലപ്പന്തലിൽ 5 നേരത്തെ നിസ്കാരം ആളുകൾ ഇങ്ങനെ കാണുകയാണ്. എന്താ കാണുന്നത്? മുസ്ലിങ്ങളുടെ വിശ്വാസ ഐക്യം, നേതൃത്വത്തിന്റെ ഐക്യം, ഭാഷ ഐക്യം, ഭരണഘടന ഐക്യം, ആരാധനയുടെ ഐക്യം. എല്ലാ മുസ്ലിമീങ്ങൾ അവർ ഒരുമിച്ച് നിൽക്കുന്ന രംഗം. യോ അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ശൈമാൻ വെള്ളത്തോൾ രേഖപ്പെടുത്തിയല്ലോ, ഒട്ടു നമിക്കുന്നു ചിട്ട തെറ്റാതിവർ ചിത്തം നമിക്കുന്ന കൃത്യം ഇതല്ലോ. വെള്ളത്തോൾ വരികൾ എഴുതിയത്. എന്റെ പുറത്തു നിന്നുള്ള വിവിധങ്ങളായ വിശ്വാസികളായ ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിങ്ങളുടെ ഐക്യത്തോടു കൂടെയുള്ള നിൽപ്പ്. എല്ലാവരും അല്ലാഹ്. ലീഡർ കൈപൊക്കി കാണിച്ചു കൊടുത്തപ്പോൾ അണികളായി പുറകിൽ നിൽക്കുന്ന എല്ലാവരും അല്ലാഹു അക്ബർ. ലീഡർ കൈവച്ചു ഒറ്റ സ്ഥലത്ത്, അവിടെ തന്നെ കൈവച്ചു എല്ലാ മഅ്മൂമിങ്ങളും അല്ലാഹു അക്ബർ. എല്ലാവരും കൈ പൊക്കുന്നതും കൈ താഴ്ത്തി വെക്കുന്നതും എല്ലാം ഒരു സ്ഥലത്ത്, റുക്വ ചെയ്യുന്നത് ഒരുപോലെ, സമയ അല്ലാഹ് ഒരുപോലെ, സുജൂദ് ഒരുപോലെ, യാതൊരു വ്യത്യാസവുമില്ല. കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ ഓരോ നിസ്കാരം കഴിയുമ്പോഴും ആളുകൾ ഇസ്ലാമിലേക്ക് കൂടുതൽ കൂടുതൽ വരാൻ തുടങ്ങി. ഓരോ നിസ്കാരം കഴിയുമ്പോഴും മറ്റു മതത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ അവർ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. ഞങ്ങൾക്കും ഇസ്ലാം മതം പറഞ്ഞു തരണം, ഞങ്ങൾക്കും ഇസ്ലാം മതം പറഞ്ഞു തരണം. ഓരോ നിസ്കാരം കഴിയുമ്പോഴും ഇസ്ലാമിന്റെ ഐക്യം, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അതിങ്ങനെ കണ്ട ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഇനി ഞാൻ പറയട്ടെ, ത്വാഹ റസൂലുള്ളാഹി നബിയുടെ സ്വഹാബാക്കൾ നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ട് ആദ്യത്തെ പള്ളി ഉണ്ടാക്കിയതാണ് ഇപ്പൊ കൊടുങ്ങല്ലൂരിൽ അറിയപ്പെടുന്ന ചേരമാൻ മസ്ജിദ്. ഇപ്പോഴും നമ്മൾ വരുന്ന സമയത്ത് കണ്ടു. അത് ആ ചേരമാൻ മസ്ജിദിന്റെ പ്രധാന കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നു ഹിജറ 5 അല്ലെങ്കിൽ 2. 2 ആണെങ്കിലും
2 5 നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങൾ മദീനത്ത് ദീനീ പ്രചരണവുമായി ജീവിച്ചിരിപ്പുള്ളപ്പോൾ തന്നെ കേരളത്തിൽ സ്വഹാബാക്കളെത്തി ദീൻ സ്ഥാപിച്ച് പള്ളി ഉണ്ടാക്കി ജുമുഅയും ജമാഅത്തും നിക്കാഹും ഖുതുബയും തറാവീഹും നിസ്കാരങ്ങളും അടക്കമുള്ളത് ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോ 44 സ്വഹാബാക്കൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരാൾ അവിടെ പോയി സ്വഹാബിയായി. ഈ നാട്ടിലെ കേരളത്തിലെ ഇസ്ലാമിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം നമുക്ക് കിട്ടിയപ്പോൾ ഒരു ചെവി മാത്രമേ വ്യത്യാസമുള്ളൂ. ഒറ്റ ചെവിയാണ് നമ്മുടെയും റസൂലുള്ളാഹിന്റെയും ഇടയ്ക്കുള്ള വ്യത്യാസം. നബിതങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ടു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, നേരിട്ട് കേട്ടു ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, നേരിട്ട് കേട്ടു മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. അവര് പറഞ്ഞു കൊടുത്തു നമ്മളെ വല്യപ്പാക്ക്. അപ്പൊ നമുക്ക് കിട്ടിയ ഇസ്ലാം അന്ന് റസൂലുള്ള മദീനത്ത് ജീവിച്ചിരിപ്പുള്ളപ്പോൾ ഇവിടെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി, മലനാട്ടിൽ ഒരു പള്ളി, മാടായി പള്ളി, കൊടുങ്ങല്ലൂരിലെ പള്ളി, കൊല്ലത്തുള്ള പള്ളി, കണ്ണൂരിലെ മാടായിലെ പള്ളി, അങ്ങനെ സ്വഹാബാക്കളെ കൈകൊണ്ട് തന്നെ 10ഓളം പള്ളികൾ സ്ഥാപിച്ചു. അവിടെയൊക്കെ ജുമുഅ, അവിടെയൊക്കെ ജമാഅത്ത്, അവിടെയൊക്കെ തറാവീഹ്, അവിടെ എല്ലാം നിസ്കാരങ്ങൾ. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ തുടർന്നു. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ, അതാണ് ഇസ്ലാം ദീൻ. അഹ്ല് എന്ന അറബി വാചകത്തിന് വക്തി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ വാക്കതാവ്. അസ്സുന്ന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വിശദീകരണം. അതിനാണ് അസ്സുന്ന എന്ന് പറയുന്നത്. നബി തങ്ങൾ നൽകിയ വിശദീകരണം എന്ന് പറഞ്ഞാൽ 23 കൊല്ലക്കാലത്തെ നബിയുടെ ജീവിതം ആണ്. പറഞ്ഞു പഠിപ്പിച്ചത്, ചെയ്ത് പഠിപ്പിച്ചത്, പ്ലാൻ ചെയ്ത് പഠിപ്പിച്ചത് ഒക്കെ ഉണ്ട്. നബിയുടെ ജീവിതം 23 കൊല്ലക്കാലത്തെ അവിടുത്തെ ജീവിതം, അതാണ് അസ്സുന്ന. ആ ജീവിതത്തെ ഒപ്പിയെടുത്ത വിഭാഗം അവരാണ് ജമാഅത്തു സ്വഹാബ. നബിയുടെ ജീവിതത്തെ ഒപ്പിയെടുത്തു സ്വഹാബാക്കൾ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിയോട് പഠിക്കാൻ സ്വഹാബാക്കൾ ഒന്നും വിട്ടുപോയിട്ടില്ല, ഒരു സംഗതിയും വിട്ടുപോയിട്ടില്ല. എല്ലാം അവർ ചോദിച്ചു പഠിച്ചതാ. ആ ഇസ്ലാമിനെ നമുക്ക് നേരിട്ട് ഏൽപ്പിച്ചു തന്നു റസൂലുള്ളാഹിയിൽ നിന്ന് വന്ന സ്വഹാബാക്കൾ. അവര് അല്ലാഹു അക്ബർ ഒറ്റ സ്ഥലത്താണ് കൈവച്ചത്. പുതിയ മതക്കാർ വന്നുകൊണ്ട് ആയത്ത് ഓതാൻ തുടങ്ങി. ആയത്തും ഹദീസൊക്കെ ഓതാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ആയത്തും ഹദീസും ഓതുന്നതൊക്കെ ഇസ്ലാമായിരിക്കും. അങ്ങനെ ചില ആളുകൾ ഇന്ന് നമ്മളെ പള്ളിയിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ്, അന്ന് ഇസ്ലാമിനെ കണ്ടുപഠിച്ചു. ഇന്നോ പൊന്നാനിയിൽ പോയി ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. അയാൾ നമ്മളെ മലബാറിലെ പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ്സിറങ്ങി. ആളെ നിസ്കരിക്കാൻ കയറി. ഇയാൾ പുതിയതായിട്ട് പൊന്നാനി പോയി വന്നതല്ലേ, ആകെ 40 ദിവസത്തെ പൊന്നാനിയിൽ നിന്നിട്ടുള്ളൂ. അയാൾക്ക് അധികം വലിയ വിവരമൊന്നുമില്ല. അയാൾ പള്ളിയിൽ കയറിയപ്പോൾ അയാൾ നമ്മളൊക്കെ കുട്ടികളാകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോണ്ടല്ലോ, എങ്ങനെ നമ്മൾ ചെയ്യല്? നമ്മളിങ്ങനെ നോക്കും ബാക്കിയുള്ളവരെന്താ ചെയ്യണത് അല്ലേ. നമ്മളല്ലാഹു അക്ബർ നോക്കി മാറ്റാം, സുജൂദിക്ക് പോയപ്പോൾ നമ്മളിങ്ങനെ നോക്കി. അങ്ങനെയുള്ള ഉമ്മാൻ്റെ ഒപ്പം ചെറിയ കുട്ടി നിസ്കരിക്കാൻ നിന്ന് ഉമ്മ റുക്കുവിൽ പോയപ്പോഴേക്ക് കുട്ടി സുജൂദിലെത്തി. ആദ്യം നിസ്കാരം പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ അവസ്ഥ തന്നെയാണ് ആർക്കുള്ളത്. ഇന്നലെ ഇസ്ലാം മതം സ്വീകരിച്ച ആൾക്ക് അയാൾ പുളിക്കൽ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി. കയറിയിട്ട് അല്ലാഹു അക്ബർ ഇമാമ്. അപ്പം ബാക്കിയുള്ള മൗമൂമിങ്ങളെ കൂടെ ഇയാളും നിന്നാ. ഇയാളും പറഞ്ഞു അല്ലാഹു അക്ബർ. കൈ പൊക്കിയിട്ട് ഇയാളിങ്ങനെ നോക്കി, ഇനി എന്ത് ചെയ്യണം? അപ്പം അയാളിങ്ങനെ നോക്കി, മെല്ലെ ഇങ്ങനെ നോക്കി. അപ്പം മറ്റേ ആൾ അല്ലാഹു അക്ബർ. ഓ, അപ്പം ഇയാൾ മനസ്സിലാക്കി ഇത്ര പ്രയാസമാണെങ്കിൽ നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് അയാളും ആലോചിച്ചു. കാരണം ഇങ്ങനത്തെ ഒരു നെഞ്ചുക്കെട്ട് ഇതിലുണ്ടാകും എന്നുള്ളത് അയാളും ആലോചിച്ചിട്ടില്ല. ഏതായാലും ഇതിപ്പോൾ എന്നെ കൊണ്ട് ആകുന്ന കാര്യമല്ലല്ലോ എന്ന് ആലോചിച്ച് അയാൾ ഇങ്ങോട്ടൊന്ന് നോക്കി. ഇങ്ങോട്ട് നോക്കുമ്പോൾ മറ്റേ ആൾ അല്ലാഹു. ഇയാൾ ആദ്യമായിട്ട് ഇസ്ലാമിൽ വന്ന ഈ സാധുവിനെ എന്ത് ചെയ്യണം? മുമ്പ് കൊടുങ്ങല്ലൂരിൽ വന്ന സ്വഹാബാക്കളെ നോക്കിയിട്ട് എല്ലാവർക്കും കൈകെട്ട് ഒറ്റ രൂപത്തിലേ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ നോക്കുമ്പോ ഇയാളിങ്ങനെ ഒന്ന് ആലോചിച്ച് കൈ ഇങ്ങനെ പൊക്കിയിട്ട് കൈ കടയുന്നുണ്ട്. അപ്പൊ അയാള് ഒന്നുകൂടി നോക്കട്ടെ എന്ന് ചോദിച്ചാൽ അപ്പുറത്തൊരാൾ നോക്കി. അയാള് അല്ലാഹു അക്ബർ. നീ വലിയ ആളാണെങ്കിൽ ഞാനും മോശമല്ല എന്നുള്ള രീതിയിലാണ് അയാളെ രീതിയാണ്. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഈ സാധു വിഷമിച്ചു. അയാൾക്കാണെങ്കിൽ എന്ത് പിരിവ് കിട്ടുകയുമാണ്, കാരണം അത് ജീവിക്കുമാണ്ടേ. ആ നിസ്കാരം എങ്ങനെയോ അയാൾ പൂർത്തിയാക്കി, ആരോടും ഒന്നും പറഞ്ഞില്ല. ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അയാൾ മനസ്സിലാക്കി.
പിറ്റേത്തെ വാങ്കിൻ്റെ നേരായി. രണ്ടാമത്തെ വാങ്ക് വിളിച്ച് ആളുകളൊക്കെ പള്ളിയിൽ വന്നപ്പോൾ ഇയാൾ മുന്നിലേക്ക് അങ്ങോട്ട് കയറി വന്നു. ഒന്നാമത്തെ സഫിൽ പോയിട്ട് ഇയാൾ അല്ലാഹു അക്ബർ. എന്താടാ, ആരടാ? ഞാൻ പൊന്നാനിന്ന് വരിക. എന്ത് നീ ഇങ്ങനെ കൈയ്യട്ടണേ? നിങ്ങളൊക്കെ ആദ്യം വന്നവര് മുന്നിലെ സ്ഥലമൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തില്ലേ? സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിൽ തുടങ്ങാണ്. കാരണം മുന്നിൽ കൈവെക്കാൻ സ്ഥലം കാണുന്നില്ല. മറ്റേ ആളിങ്ങനെ, ഇയാളിങ്ങനെ, മറ്റേ ആളിങ്ങനെ. ഇനി ഇയാൾ എവിടെ വെക്കണത്? അപ്പം പറഞ്ഞ് നിങ്ങൾ ആദ്യം വന്നവരൊക്കെ മുന്നിലൊക്കെ നിങ്ങൾ കൈവശപ്പെടുത്തി പോയി, അതുകൊണ്ട് ഞാനിങ്ങനെ ബാക്കിൽ വെച്ചെന്നേ ഉള്ളൂ എന്നാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ അതിന് ആയത്ത് ഓതാൻ തുടങ്ങും. അയാൾക്ക് കിട്ടുന്ന ആയത്ത് അയാൾ ഓതിയാൽ പോരെ? ആരുടെ പള്ളിയിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കണം? ഖുൽ ഹുവല്ലാഹു ആയത് നല്ല ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഖുർആനിൽ അതും ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? അതിന് എന്തെങ്കിലുമൊക്കെ കഷ്ണം എന്തെങ്കിലുമൊക്കെ ഒരു അറബി വാക്ക് കിട്ടിയാൽ മതി, അതങ്ങ് ഓതി പറയാൻ അല്ലേ? ഈ തത്തമ്മ പറയുന്നത് പോലുള്ള ഒരു തത്ത അല്ലേ? നമ്മുടെ നാട്ടിൽ ഈ തത്ത എന്ന് പറയും. ഇവിടെ എന്താ പറയും? അല്ല, ഇവിടെ കണ്ണിന് മൂക്ക് എന്നാ പറയുന്നത് വിചാരിച്ചാൽ നമ്മൾ പറഞ്ഞു പേച്ചു പോലോ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ തത്ത തന്നെ. തത്തയെ പറഞ്ഞു പഠിപ്പിച്ചത് എന്താ? അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും തത്ത ഇങ്ങനെ അത് പറയുന്നത് കണ്ടപ്പോ യാ അല്ലാ, തത്തക്ക് നല്ല എന്താ തത്തന്റെ സംസാരം അല്ലേ? പക്ഷേ തത്തന്റെ സംസാരശേഷിയോ കണ്ട് ഒരു ദിവസം മെല്ലെ പൂച്ച എന്ത് ചെയ്തു? ഒരു കാലത്തി തത്തമ്മ പയക്കം ഫസീഹത്തൻ പൂച്ചക്ക് പലതും പറയാനുണ്ട്. പക്ഷെ ഒരു അഹദ പൂച്ചൻ തത്ത കാലം പൂച്ച വലിയ സംസാരമൊക്കെ തത്ത നടത്തും. പക്ഷെ ഒരു ദിവസം പൂച്ച മെല്ലെ പോയിട്ട് തത്തയുടെ കാലും തലയും കൂട്ടിയിട്ട് ഒരു ഒറ്റപ്പെടുത്താം. പിന്നെ തത്ത അറിയുള്ളൂ, കീ 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 എന്ന് മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. എന്ന പോലെ ഈ ഇസവും ഈ മതങ്ങളുമൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ, അല്ലാഹു അവരെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ, ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ.പി. ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അവരുടെയൊക്കെ മുമ്പിൽ ഇവരെത്തിയാൽ വലു അഖദ പൂച്ചൻ തത്ത കാലം വവാല പയക്കൂര് കീ തുമ്മലായത്തെ കല്ലമോ. അത് നമ്മൾ കൊട്ടപ്പുറത്തും അല്ലാത്ത പുറത്തും ഒക്കെ കണ്ടതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ മക്കളെ, ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമ്മൾ മറ്റു മാർഗം അല്ല സ്വീകരിക്കേണ്ടത്. നമുക്ക് കിട്ടിയ ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് മനസ്സിലായിക്കോ. നമ്മൾ നിൽക്കുന്ന ഇസ്ലാമിയന് നമുക്ക് ഒരു ഉറപ്പുള്ള ഇസ്ലാമിൽ നിൽക്കണം. നമ്മൾ വയന്ന ഇസ്ലാമിൽ നിന്നാൽ പറ്റൂല. ഉദാഹരണമായിട്ട് പറയാം, തർക്കത്തിലിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിഷയവും ഇതര പ്രസ്ഥാനക്കാരുമായി തർക്കത്തിലിരിക്കുന്ന വലിയൊരു വിഷയമാണ് തറാവീഹ് അല്ലേ? തറാവീഹ് ഇവിടെയൊക്കെ എത്ര നിസ്കരിക്കല്? 19. ഞാൻ വിചാരിച്ചു ഇവിടെ പുതിയൊരു പാർട്ടി വന്നു. 20. ഞങ്ങളുടെ ആ ഭാഗത്ത് പണ്ട് ഒരു ഹാജി ഉണ്ടായിരുന്നു, ഒരു മരക്കച്ചവടക്കാരനൊക്കെ. അയാൾ ചെറിയ മുത്താലിമ്യങ്ങളോട് തർക്കിക്കൊള്ളും, എല്ലാ ആൾക്കാരോടും തർക്കത്തിന് പോകില്ല. ചെറിയ മുത്താലിമ്യങ്ങളെ കണ്ടാൽ ഇയാൾ ചോദിക്കും, അല്ല മോനെ നീ ഓതാൻ പോവാണ്? അതെ ശരി. തറാവി എത്ര? തറാവി എനിക്കറിയില്ല. പിന്നെ നീ എന്തിങ്ങനെ തലപ്പാവ് പോയിട്ട്? ഞാൻ ഇപ്പം അടുത്ത് ഓതാൻ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ. ശരി, 8 or 20? ഏതാ ശരിയെന്ന് എനിക്കറിയില്ല. നീ എത്ര നിസ്കരിക്കൽ വെച്ച്? ഞാൻ 20 ഈ കുട്ടി. എന്താ നീ 20 നിസ്കരിക്കണം, 8 നിസ്കരിച്ചാൽ പോരേന്ന് വെച്ചു. അപ്പോൾ ഇയാൾ 8 എന്ന് പറഞ്ഞാൽ നീന്തറപ്പഴം ചായയൊക്കെ വാങ്ങിക്കൊടുക്കും. 20 എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ദേഷ്യ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഞാൻ 20 നിസ്കരിക്കൽ. എന്തോ 8 നിസ്കരിച്ചാൽ? ഒന്നുമില്ല, പടച്ചോൻ്റെ അടുത്ത് രക്ഷപ്പെടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. വിവരമില്ലാത്ത നീ ഇങ്ങനെ. ഒന്നുമില്ല ആചാര്യ, നമ്മൾ മഹശറിയിൽ നിങ്ങളും ഞാനും നിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹു തആല വിളിച്ചു, എടാ അബ്ദുറഹ്മാൻ വാ, നീ തറാവി നിസ്കരിച്ചോ? നിസ്കരിച്ചു. കുറച്ചു. എത്ര നിസ്കരിച്ച്? ഞാൻ 20 നിസ്കരിച്ചു. 20? പടച്ചോനെ 20? എന്താടാ 20 നിസ്കരിച്ചത്? റബ്ബേ, മക്കത്ത് 20, മദീനത്ത് 20, ബൈത്തുൽ മുഖദ്ദസിൽ 20. ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മഹാനാണ് ബാഫക്കി തങ്ങൾ, മൂപ്പര് 20. പാണക്കാട്ടെ തങ്ങൾ പാപ്പ 20, ഉള്ളാളത്തെ തങ്ങൾ 20. പടച്ചവനെ, ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്ന വലിയ വലിയ ആലിമ്യങ്ങൾ, കണ്ണിയത്ത് ഉസ്താദ്, ഇ.കെ. ഉസ്താദ്, പതി ഉസ്താദ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാവരും 20. അപ്പോൾ അവരൊക്കെ നിസ്കരിക്കണേ കണ്ടിട്ട് ഞാൻ 20 നിസ്കരിച്ചു. അപ്പോൾ അല്ലാഹു തആല പറയാണ്, അൽഹംദുലില്ലാഹ്, അപ്പോൾ 20ന്റെ കൂലിയും വാങ്ങി എനിക്ക് സ്വർഗത്ത് പോകാം. അന്നെ അല്ലാഹു തആല ചോദിക്കാണ്, 20 നോമ്പ് നോറ്റിട്ട് വെറുതെ കഷ്ടപ്പെടാൻ നിന്ന് 8 നിസ്കരിക്കുന്നത് കണ്ടില്ല അവിടെ? പടച്ചോനെ, ഞാൻ ഈ ബാഫക്കി തങ്ങളെയും പാണക്കാട്ട തങ്ങളെയും ഒക്കെ കണ്ട് കുടുങ്ങിപ്പോയതാണ് റബ്ബേ. 8 ഉള്ളൂ? അതെ 8 ഉള്ളൂ. എന്നാ എൻ്റെ ഈ 20 നല്ലത് നോക്കിയിട്ട് 8 എടുത്തു.
ഈ 20 റക്അത്തിന് പടച്ചവനെ ഞാൻ നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ടിട്ട് നിസ്കരിച്ചുണ്ടാക്കിയ നിസ്കാരമാണ്. 8 ഉള്ളൂ. ഇതിൽ നിന്ന് 20 8 എടുത്തോ. പടച്ചോ അതിന് 8 എടുത്തിട്ട് ബാക്കി 12 ഒഴിവാക്കാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഈ അർഹമുറാഹിമല്ലേ, എൻ്റെ ഉമ്മാൻ്റെ വാപ്പ പ്രായമുള്ള ആളാ, മൂപ്പർക്ക് നിസ്കാരമൊന്നും അധികം കിട്ടിയിട്ടില്ല, തറാവീഹ് തീരെ നിസ്കരിക്കാത്ത ആളാണ്, സാധുവിന് ഒരു 8 റക്അത്ത് മൂപ്പർക്കും കൊടുത്തോളാം റബ്ബേ. അപ്പം അല്ലാഹു തആല ഗഫൂറുർ റഹീമാണ്, ഒരു 8 മൂപ്പർക്കും. യാ റബ്ബ്, ആചാര്യ 20 നിസ്കരിച്ചാൽ ബിരിച്ചും ചെയ്യാം പുതക്കും ചെയ്യാം. അതേ സമയത്ത് നിങ്ങളെ നീന്തൽപ്പഴം ചായയും കണ്ടു ഞാൻ 8 നിസ്കരിച്ചിട്ട് മഹ്ശറിൽ വരുമ്പോൾ അല്ലാഹു തആല ചോദിക്കാൻ, എടാ തറാവീഹ് നിസ്കരിച്ചോ? ആ നിസ്കരിച്ചു. എത്ര നിസ്കരിച്ചു? 8. ഹൈവാനെ 8. കണ്ടു തങ്ങന്മാരും ആലിമീങ്ങളും വക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിലും ഒക്കെ 20 നിസ്കരിക്കുമ്പം 8 നിസ്കരിച്ച് എടുക്കണം ബാക്കി 12 എന്ന് അല്ലാഹു തആല ചോദിച്ചാൽ നിങ്ങൾ തരുമോ ആചാര്യ? അന്ന് ആചാര്യ അവിടെയാണ് മുങ്ങിയതാ. പിന്നെ ഇവിടെ എവിടെയോ പൊങ്ങിയിട്ടുണ്ടോ എന്ന് അല്ലാഹു അല്ല, ഞാൻ അറിയില്ല, എനിക്കിവിടെ അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ കുട്ടിയുടെ ഈമാനെങ്കിലും നമുക്ക് വേണം. എന്താ കുട്ടിൻ്റെ ഈമാന്? ആ കുട്ടിയുടെ ഈമാൻ ഉറച്ച ഈമാനാണ്. 20 നിസ്കരിക്കട്ടെ. 20 നിസ്കരിച്ച് അള്ളാഹുവിന് അടുക്കൽ ചെല്ലുമ്പോൾ അഥവാ 8 ശരിയാണെങ്കിൽ എൻ്റെ 20 നല്ലത് നോക്കി 8 എടുത്തോട്ടെ. 8 നിസ്കരിച്ചിട്ട് അള്ളാഹുവിന് അടുക്കൽ ചെല്ലുമ്പോൾ 20 ശരിയെങ്കിൽ മഹ്ശറിൽ നിന്ന് 12 വിൽക്കണ കച്ചവടക്കാരനെ കാണും. ആണ് ചെറുപ്പക്കാര് മക്കളെ വെറുതെ കുടുങ്ങാൻ നിൽക്കണ്ട. വേണ്ടാത്തതിന് നമ്മൾ കമ്പനി ആകാൻ നിൽക്കണ്ട. വേണ്ടാത്തതിന് കമ്പനി ആയാൽ ഖബറിൽ കുടുങ്ങിപ്പോ. നമ്മളെ നാട്ടിൽ 2 ആളുണ്ട്, എല്ലാ കുൽമാലിനും അവർ 2 പേരും കമ്പനിയാണ്. അതിൽ ഒരാളങ്ങ് മരിച്ചു. അയാൾ മരിച്ചപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, അല്ല നമ്മളെ കുഞ്ഞാലിബി ഒറ്റക്കായല്ലോ, അയാളെ കണ്ണൂക്കിൻ്റെ അന്ന്, ഇവിടെ എന്താ പറയാ, കണ്ണൂക്കിന് തന്നെ താഴ്സിയത്തിൻ്റെ 3-ന്റെ അന്ന്, അയാളുടെ 3-ന്റെ അന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇയാളുമാണ് മരിച്ചു. 2ാമത്തെ ചങ്ങായി മരിച്ചു. അപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, എങ്ങനെയാ ഓൻ മരിക്കാതിരിക്കുക? മറ്റവനോട് ഖബറിൽ ഏത് കാര്യം ചോദിച്ചാലും ഓൻ പറയും സംഗതി ശരിയാണ്, മുഴുവൻ പറയണമെങ്കിൽ മറ്റവനെയും കിട്ടണം. അങ്ങനെയാണ് ഓൻ്റെ 3-ന്റെ അന്ന് ഇപ്പം മരിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്. വെറുതെ മറ്റവൻ്റെ 3-ന്റെ അന്ന് മരിക്കാൻ നിൽക്കണ്ട, മര്യാദക്ക് നടക്കാൻ നല്ലത്. യാ റബ്ബ്. ഇനി അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ ഈ മൂഡ് ഓഫ് കണ്ടപ്പോൾ ഒന്ന് നന്നാക്കിയതാ. ഞാൻ ഇപ്പോൾ ഇരിക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹി, ഹബീബുന റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച തറാവീഹ്, ആ തറാവീഹിന്റെ കൂടെ നിസ്കരിച്ച സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കൾ കണ്ട നിസ്കാരം, ആ നിസ്കാരത്തിന് ഒരു ദിവസം നിസ്കരിച്ചു, അന്നത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ രണ്ടാമത്തെ ദിവസം നിസ്കരിച്ചു, 3-ാമത് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കവിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പടച്ചോനെ ഈ നിസ്കാരം എങ്ങാനും നിർബന്ധമാക്കി പോകുമോ റബ്ബ് ഉമ്മത്തികളെ ഈ ആവേശം കണ്ടിട്ട്, അതുകൊണ്ട് ഇനി ഞാൻ പരസ്യമായി ജമാഅത്ത് നടത്തുന്നില്ല എന്ന് റസൂലുള്ളാഹി തീരുമാനിച്ചു. അതിന് കാരണവും പറഞ്ഞു. പിന്നീട് ആ നിസ്കാരം അങ്ങനെ തുടരുന്നുണ്ട്, പരസ്യ ജമാഅത്തില്ല എന്ന് മാത്രം. നബി തങ്ങൾ വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഇത് സജീവമായി വന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ, ഉമർ ഖത്താബ് തങ്ങളാണ് ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ തീരുമാനിച്ചു ഇനിയിപ്പോൾ തൽക്കാലം മിണ്ടണ്ട. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത റമളാൻ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാ തറാവീഹ് നിസ്കാരത്തിന് സമയമായി. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന അതേ നിസ്കാരം, ആ നിസ്കാരം മദീനത്തെ പള്ളിയിൽ 2 ആളുള്ള ജമാഅത്ത്, 4 ആളുള്ള ജമാഅത്ത്, 10 ആളുള്ള ജമാഅത്ത്, ഇങ്ങനെയൊക്കെ നിസ്കാരം നടക്കുക. ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, ആരാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നറിയണം. ആരാ ഉമർ ഖത്താബ് തങ്ങൾ? ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ബിൻ ഖത്താബ്. എന്റെ ശേഷം ഒരു നബി വരികയാണെങ്കിൽ അതിന് സാധ്യതയുള്ള ആൾ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ഓ പ്രിയപ്പെട്ടവരെ, കിസ്റ കൈസർ രാജാക്കന്മാരെന്ന് അന്ന് പറഞ്ഞാൽ, അന്ന് കിസ്റയും കൈസറും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയും ബ്രിട്ടനും എന്ന് പറഞ്ഞതുപോലെയാണ്. അവരൊക്കെ ഉമർ ഖത്താബ് തങ്ങളെ പേര് കേട്ടാ പറക്കും. അങ്ങനത്തെ ഭരണാധികാരിയാണ് ഉമർ ഖത്താബ് തങ്ങൾ. എന്തിനാ അവരൊക്കെ കാര്യം പറയണം? ഒരു ദിവസം നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി തങ്ങൾ ഉള്ളിലിങ്ങനെ ചെറിയൊരു പുഞ്ചിരി, ചില കാര്യം ഉണ്ടല്ലോ നമുക്ക് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു ചിരി വരല്ലേ, അങ്ങനെ റസൂലുള്ളാഹിന്റെ ഉള്ളിലിങ്ങനെ ഒരു പുഞ്ചിരി. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, നബി എന്താ തങ്ങൾ ചിരിച്ചത് എന്ന് വെച്ചു. ഒന്നുമില്ല, ഇബ്ലീസ് കൊടിയും പടിയൊക്കെ എടുത്തിട്ട് പോകാൻ ഒരുങ്ങ. ഇബ്ലീസും ഒരു വഴിക്ക് ഇങ്ങനെ പോകാൻ ഒരുങ്ങിയിട്ട് ഉഷാറായിട്ട് പുറപ്പെട്ടതാ മൂപ്പര്. അപ്പോഴാണ് ഉമർ ഖത്താബ് ആ വഴിക്ക് വരുന്നത് കണ്ട്. അപ്പൊ ഇബ്ലീസ് ഒരു പോക്ക് പോയിട്ടുണ്ട് ഈ വഴിക്ക് എന്ന്.
സുബ്ഹാനല്ലാഹ്. ഉമർ ഖത്താബിനെ കണ്ട രാജ്യത്ത് ഇബ്ലീസ് നിൽക്കൂല. അങ്ങനത്തെ ഈമാനിന്റെ പർവ്വത തുല്യമായ ഈമാന്റെ ശക്തിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ വന്നു. ചെറിയ ചെറിയ തറാവീഹ് നിസ്കാരത്തിന്റെ കൂട്ടങ്ങളെ കണ്ടു. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് സ്വഹാബാക്കളൊക്കെ വിളിച്ചു വരുത്തി, പ്രധാനികളെ വിളിച്ചു വരുത്തി, നബിയുടെ കൂടെ ജീവിച്ച പ്രധാന സ്വഹാബാക്കളെ വിളിച്ചു വരുത്തി ഒരു മുഷാവറ ചെയ്തു. ആ മുഷാവറയിൽ തീരുമാനിച്ചതനുസരിച്ച് അന്ന് നബി തങ്ങൾക്കൊപ്പം 3 ദിവസം നിസ്കരിച്ചല്ലോ. ആ നിസ്കരിച്ചപ്പോൾ ജമാഅത്തിന് കൂടിയ സ്വഹാബാക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ കൂട്ടിയിട്ട് തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. ആരാ അബൂ അയ്യൂബ് അൻസാരി തങ്ങള്? റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൗണ്ടിൽ ഖുർആൻ ഓതുന്ന 4 സ്വഹാബാക്കളുണ്ട്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സാലിം മൗല അബീ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. 4 സ്വഹാബാക്കൾ ഏറ്റവും നല്ല സൗണ്ടിൽ ഖുർആൻ ഓതുന്നവരാ. അവരെ കൂട്ടത്തിൽപ്പെട്ട അബൂ അയ്യൂബ് തങ്ങളെ ഇമാമാക്കി തീരുമാനിച്ചുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ച് പ്രഖ്യാപിച്ച് നിസ്കരിക്കുമ്പോൾ അന്നത്തെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കൂടിയ സ്വഹാബാക്കളുടെ എണ്ണം 7000 സ്വഹാബാക്കളാണ്. 7000 സ്വഹാബാക്കൾ അന്നത്തെ തറാവീഹ് നിസ്കാരത്തിനുണ്ടായി. ആ തറാവീഹ് നിസ്കാരം കിതാബുകൾ മുഴുവനും ഇമാമുകൾ മുഴുവനും രേഖപ്പെടുത്തി വെച്ചത് അത് 20 റക്അത്തായിരുന്നു. അത് 20 റക്അത്തായിരുന്നു. ആ 20 റക്അത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ കൂടെ തറാവീഹ് നിസ്കരിച്ച സ്വഹാബാക്കൾ നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ 20, കൊല്ലത്തെ പള്ളിയിൽ 20, കാസർഗോഡ് പള്ളിയിൽ 20, ധർമ്മടത്തെ പള്ളിയിൽ 20, മംഗലാപുരത്തെ പള്ളിയിൽ 20, മാടായിലെ പള്ളിയിൽ 20. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബാക്കൾ സ്ഥാപിച്ച 10 പള്ളിയിലും റക്അത്ത് 20. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. എന്താ നൂഹ് നബിയുടെ കപ്പല്? അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകൾ, ആ ധിക്കാരികളെ മുഴുവനും അള്ളാഹു തആല നശിപ്പിക്കാൻ കൊണ്ടുവന്ന തൂഫാൻ, ആ തൂഫാൻ എന്ന വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിൽ ഒട്ടാകെ ഹലാക്കാവുകയാണ്. ആ ഹലാക്കാകാൻ പോകുന്ന കൂട്ടത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ജീവികളുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലും മൃഗങ്ങളുടെ കൂട്ടത്തിലും പക്ഷികളുടെ കൂട്ടത്തിലും വണ്ടുപ്രാണികളുടെ കൂട്ടത്തിലും എല്ലാം അള്ളാഹു തെരഞ്ഞെടുത്തവരെ മാത്രം ഈ കപ്പലിൽ കയറ്റി. കപ്പലിൽ കയറിയവരൊക്കെ രക്ഷപ്പെട്ടു. അല്ലാത്തവർ ആ പ്രളയത്തിൽ മുങ്ങി നശിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ഉൾപ്പെടെ ആരും രക്ഷപ്പെടുന്നില്ല. എല്ലാവരും, പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തിൽ ലലാലിയത്തും ഫസാദും ബിദ്അത്തും ഫിത്നയും കള്ളത്തരീക്കത്തും മറ്റെല്ലാം കൂടി ചേർന്നിട്ട് നൂഹ് നബിയുടെ കാലത്തെ തൂഫാന് പോലെ ജനങ്ങളുടെ ഈമാൻ ഒഴുകിപ്പോകുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ നിങ്ങൾക്ക് ഈമാന് രക്ഷ വേണോ? അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ് സദഖ റസൂലുള്ളാഹി. ഇന്ന് നിങ്ങൾ നോക്ക്, എത്ര ആളാണ് ഇസ്ലാമിന്റെ ആളുകളായിട്ട്? എത്ര ആളാണ് ഇസ്ലാമിന്റെ ആളുകളായിട്ട്? നല്ല ചരക്ക് ചെലവാക്കുമ്പോഴേക്കും പറ്റുള്ളൂ. അത് അഭിനയിക്കാണ് ആള്, അല്ലേ? പണ്ട് ചാവക്കാട് കടപ്പുറത്ത് ഒരാൾ കറ്റി വലിയ ശബ്ദവും സംസാരമൊന്നുമില്ല, ഒരു 5 കുപ്പായം അയാൾ ഇട്ടിക്കണം, താടി ഉണ്ടായിട്ടോട്ട് നന്നാക്കിയിട്ടുമില്ല. അങ്ങനെയെല്ലാം കൂടി അയാളങ്ങനെ കണ്ടപ്പോൾ ആൾക്കാരൊക്കെ ഇയാൾ ഏതാണാവോ? അപ്പോൾ ആരോ പറഞ്ഞ് അയാൾക്ക് എന്തോ കിട്ടിയതാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ പുറത്ത് 4 കിട്ടിയതാണ്, മുമ്പ് താമസിച്ചു കൊടുത്തത്. അങ്ങനെയാണ് എന്തോ കിട്ടിയതാണ് എന്നൊരു വരവുണ്ട് നമ്മുടെ നാട്ടിൽ കൂടി. അപ്പോൾ എല്ലാം കൂടി ഒരു മുണ്ട് ഈ തോളിൽ, മറ്റേ മുണ്ട് മറ്റേ തോളിൽ, മറ്റെല്ലാം കൂടി ഒരു അയലറ്റ മാതിരി ഒരാൾ. ഇതെല്ലാം കൂടി കണ്ട് ആൾക്കാരൊക്കെ ചെന്ന്, ഇയാൾ പള്ളിയിൽ ഇങ്ങനെ ആരോടും സംസാരം കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ കാര്യമായി കുറച്ച് ആളുകളാണ് ചെന്ന്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് ഈസാ നബി എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ഈസാ നബിയാണ് എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരു ചങ്ങാതിക്ക് തോന്നി, എത്തിയോ എന്നാൽ പിന്നെ ആ ഈസാ നബിനെ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചു. മൂപ്പര് കടപ്പുറത്തൊക്കെ ഇറങ്ങി നല്ല മല്ലന്മാരായ 4 ആളെ വിളിച്ചിട്ട്, ഒരാൾക്ക് മീക്കായിൽ, ഒരാൾക്ക് ഇസ്രാഫീൽ എന്നൊക്കെയാണ് പേരിട്ട്. എന്നിട്ട് ഇയാളിന് കയറി വന്നു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ ഈസാ നബിയാണ്. അങ്ങനെ പോലത്തെ ഒരു ഈസാ നബിനെ ഞാൻ അയച്ചിട്ടില്ലല്ലോ. അപ്പം നിങ്ങളായിരുന്നു? ഞാൻ അള്ളയാണ്.
യാ ജിബ്രീൽ വയാ മീകായിൽ വയാ ഇസ്രാഫീൽ ഖുദൂഹു ഫഉല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു എന്നാണ്. ആ പോക്കാണ് കൊണ്ടുപോയതാണ് കടപ്പുറത്ത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നൂഹ് നബിയുടെ കപ്പലിൽ കയറണം, അത് അഹ്ലു ബൈത്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് എന്തിനാണ് ഇത് സമാനമായി ഓർമ്മപ്പെടുത്തുന്നത്? നൂഹ് നബിയുടെ പ്രളയത്തിൽ ഹലാക്കായി പോകാത്ത ഒരാളുമില്ല. ഇതേപോലെ ഈമാൻ തെറ്റിപ്പോകുന്ന വിഷയത്തിൽ നൂഹ് നബിയുടെ കാലത്തെ വെള്ളപ്പൊക്കം പോലെ ഫസാദും ബിദ്അത്തും ദലാലിയത്തും കുഫ്രിയത്തും എല്ലാം കൂടി നിറഞ്ഞു നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പലിന് സമാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അഹ്ലു ബൈത്താകുന്ന കപ്പൽ, ആ കപ്പലിൽ കയറാൻ അതിനാണ് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്. അപ്പോ സമൂഹം നൂഹ് നബിയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് അവർ ഹലാക്കായി പോകുന്നത് പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള രക്ഷാ കവചം അത് അഹ്ലു ബൈത്താണ്. ആ അഹ്ലു ബൈത്തിനെയാണ് നാം പരിചയപ്പെടുന്നത്. ഒന്ന്, ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്ലു ബൈത്തിലെ പ്രധാനം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അഹ്ലു ബൈത്തിനെ നമ്മളിങ്ങനെ നോക്കിയാൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഇഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മമ്പറം തങ്ങൾ റളിയല്ലാഹു അൻഹു, അങ്ങനെ വരുന്ന ആ പരമ്പര നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ അഹ്ലു ബൈത്താകുന്ന ആ പരമ്പരയെ ബാഫഖി കുടുംബം എന്ന അഹ്ലു ബൈത്ത്, പാണക്കാട് കുടുംബം എന്ന ശിഹാബുദ്ദീൻ കുടുംബത്തിലെ അഹ്ലു ബൈത്ത്, നഹ്ദരി കുടുംബം എന്ന അഹ്ലു ബൈത്ത്, ഹൈദറൂസി കുടുംബം എന്ന അഹ്ലു ബൈത്ത്, ബുഖാരി സാദാത്തിങ്ങൾ എന്ന അഹ്ലു ബൈത്ത്, അങ്ങനെ 30 ചില്ലാനം വരുന്ന ആ അഹ്ലു ബൈത്തിന്റെ പരമ്പര നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പണ്ഡിത സഭയുടെ നേതൃസ്ഥാനത്ത് നേരത്തെ അധ്യക്ഷ പദവി അലങ്കരിച്ചു വന്ന സയ്യിദ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അള്ളാഹു അടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ബിദ്അത്തുകാർ പ്രത്യക്ഷപ്പെട്ട് ഈമാനിനെ നശിപ്പിക്കുന്ന വാദഗതികൾ കൊണ്ടുവന്നു. അവരുടെ അല്ലാഹ് സുബ്ഹാനല്ലാഹ് പച്ച മലയാളത്തിൽ വഹാബിസം എഴുതി വെച്ചു. എന്താ? ആമിന എന്ന സ്ത്രീക്കും അബ്ദുള്ള എന്ന പുരുഷനും മക്കത്ത് ജനിച്ച സാധാരണ മുഹമ്മദ്. ആരെ പരിചയപ്പെടുത്തുകയാണ്? ആരായി പരിചയപ്പെടുത്തുന്നത്? റസൂലുള്ളാഹിനെ പരിചയപ്പെടുന്നത് എങ്ങനെ? പച്ച മലയാളത്തിൽ എഴുതുന്നത് ആമിന എന്ന സ്ത്രീക്കും അബ്ദുള്ള എന്ന പുരുഷനും മക്കത്ത് ജനിച്ച സാധാരണ മുഹമ്മദ്. എന്തിനാ ഇത് എഴുതുന്നത്? മുഹമ്മദ് നബി ജനിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുക. നോക്ക് നിങ്ങൾ, ആർക്കായി ഇവർ മലയാളം പഠിപ്പിക്കുന്നത്? ആമിന എന്ന സ്ത്രീക്ക് എന്ന് വിശദീകരിക്കേണ്ടതുണ്ടോ? ആമിന എന്ന് പറഞ്ഞ പെണ്ണാണെന്ന് ആർക്കാ അറിയാത്തത്? എല്ലാവരും വഹാബികളറ്റേ. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ആണാണെന്ന് തിരിയാത്തവരുണ്ടോ? ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ പ്രസവ വാർഡ് എന്ന് കണ്ടാൽ പോരെ, പിന്നെ സ്ത്രീകൾക്ക് മാത്രം എന്ന് വേറെ വേണം. വിശ്വാസം പഴച്ചു പോകുന്നതാണ് ബിദ്അത്ത്. കർമ്മങ്ങൾ പഴച്ചുപോയി നരകം സമ്പാദിക്കാൻ ഇടവരുന്നതാണ് വലാലിയത്ത്, ഫസാദും ഒക്കെ. ഈ ഫസാദും വലാലിയത്തും ബിദ്അത്തും ചേർന്ന് ജനങ്ങളുടെ ഈമാനിനെ നൂഹ് നബിയുടെ വെള്ളപ്പൊക്കം പോലെ ഒഴുക്കിക്കളയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പലാണ് കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന്, ആ അഹ്ലു ബൈത്തിനെ അവരുടെ നേതൃത്വം ബിദ്അത്തുകാർ 921 നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കപ്പൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളവറുകൾ, സമസ്ത എന്ന പണ്ഡിത സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ, അള്ളാഹു അടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. പിന്നീട് ആ മഹാന്മാരുടെ പാതയിൽ ഇങ്ങനെ നോക്കിയാൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആ അധ്യക്ഷതയിലുള്ള സുന്നത്ത് ജമാഅത്താകുന്ന ദീനിനെ സ്വീകരിച്ചുകൊണ്ട്, ആ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് തങ്ങളവറുകൾ, അവരൊക്കെയുള്ള ആ സാദാത്യങ്ങൾ ഇന്ന് ആ കപ്പലായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ബുഖാരി സാദാത്യങ്ങളുടെ പ്രമുഖനായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ, അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 25 വന്നപ്പോൾ ഹിജ്റ വർഷപ്രകാരം തങ്ങളുടെ പ്രായം 90 വയസ്സായി. 90-ലെത്തിയിരിക്കുന്ന തങ്ങൾ 22ാമത്തെ തവണ ഹജ്ജ് കഴിഞ്ഞാണ് ഇപ്പൊ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് വന്നത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ ബുഖാരിയും തുഹഫയും അടക്കമുള്ള ഗ്രന്ഥങ്ങൾ, കിതാബുകൾ നോക്കാതെ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരേ ഒരു നേതൃത്വം നമ്മുടെ രാഷ്ട്രത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഉള്ളാളത്തെ തങ്ങളാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തവണ മക്കത്ത് വെച്ച് ബഹുമാനപ്പെട്ടവരെ കണ്ടു. ഞാൻ അദ്ദേഹത്തിന്റെ ഖാദിമായി ഒരു വലിയ ഹിമക്കതിയുണ്ട്. അദ്ദേഹം ബോംബെയിലൊക്കെ വലിയ ബിസിനസ്സുള്ള ആളാണ്, മജീദ് ഹാജി. ഞാൻ ചോദിച്ചു, അല്ല മജീദ് ഹാജി, ഉപ്പാപ്പയുടെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണവും ഒരു മാനസിക പ്രയാസവും തോന്നുന്നുണ്ടല്ലോ, എന്താന്ന് ചോദിച്ചു. അപ്പോൾ മജീദ് ഹാജി പറഞ്ഞു, ഉസ്താദെ, 3 ദിവസം കൂടുമ്പോൾ ഉപ്പാപ്പ ഒരു ഖത്തം തീർക്കുന്നതാണ്. അതിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് 5 ദിവസം കൂടുമ്പോഴേ ഖുർആൻ ഖത്തം തീർക്കാൻ സാധിക്കുന്നുള്ളൂ. സുബ്ഹാന ജല്ല ജലാലുഹു. നോക്കണം നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളവറുകൾ, ആ തങ്ങളവറുകളെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ ധാരാളം അഹ്ലു ബൈത്ത് പരന്നു കിടക്കുന്നു. ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ധാരാളം സയ്യിദന്മാരുണ്ട്. അഹ്ലു ബൈത്ത് അമാനു അഹ്ലുൽ അർള്, ഈ ഭൂമിയുടെ ഘടന മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും താമസിക്കാൻ പറ്റിയ രീതിയിൽ ഭൂമി ഇവിടെ അമാനത്തായി നിൽക്കണോ, ഭൂമിയുടെ മുകളിൽ നമുക്കുള്ള വിശ്വസ്തത അഹ്ലു ബൈത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ അഹ്ലു ബൈത്തിനെ പിമ്പറ്റിക്കൊണ്ട് പോകുന്ന ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅ. മറ്റൊന്ന്, ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായേൽ, എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിന്റെ അമ്പിയാക്കളുടെ സ്ഥാനത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിലെ 40 ആലിമീങ്ങൾ ചേർന്ന് എടുക്കുന്ന തീരുമാനം, അപ്പോൾ ആലിമീങ്ങൾ നമുക്ക് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ദീൻ പഠിപ്പിച്ചു തന്നു. സാദാത്യങ്ങൾ നമുക്കത് ജീവിച്ച് പകർത്തി നമുക്ക് എത്തിച്ചു തന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അഹ്ലു ബൈത്തും ആലിമീങ്ങളും ചേർന്ന ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് സുന്നി എന്നത്. ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി യുവജന സംഘം, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി ബാലസംഘം, സുന്നി ജംഇയ്യത്തുൽ ഉലമ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ധാരാളം കാണാം. ആ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താകുന്ന ആ വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.